ഞാൻ ഇന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് 50+ ശേഷമുള്ളവർക്ക് നമ്മൾ എത്ര നേരത്തെ സ്കിൻ കെയർ തുടങ്ങുന്നോ അത്രയും ബെറ്ററാണ് നമുക്ക് നമ്മുടെ സ്കിന്നിന് ഈ സ്കിന്നിന് ചുളിവുകൾ വീഴാതിരിക്കാനും സ്കിന്ന് വരണ്ട് പോകാതിരിക്കാനും സ്കിന്ന് സാഗ് ചെയ്യാതിരിക്കാനും നമ്മളെപ്പോഴും സ്കിൻ കെയർ എന്നുള്ളത് എത്ര നേരത്തെ ചെയ്യുന്നവോ അത്രയും ബെറ്ററാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എന്നാൽ നല്ല പവർഫുള്ളായ ഹെൽത്തിയായ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ ഫേസിനെ എങ്ങനെ നമുക്ക് നമ്മുടെ ചുളിവുകൾ മാറ്റാനും നമ്മുടെ സ്കിന്നൊന്ന് വരണ്ട് പോകുന്ന സ്കിന്നിനെ ഒന്ന് നോർമലാക്കാനും അങ്ങ് വെളുത്തങ്ങ് പാറി അങ്ങ് തിളങ്ങാനൊന്നും അല്ല ഞാൻ പറയുന്നത്. വെളുത്തവരാണെങ്കിലും കറുത്തവരാണെങ്കിലും നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഹെൽത്തി സ്കിന്ന് അല്ലാതെ അതാണ് എൻ്റെ ഒരു ഈവൻ സ്കിന്നുണ്ടാകുന്നത് എങ്ങനെയെന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നമ്മൾ സ്ഥിരമായിട്ടോരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മുടെ ഫേസിൽ അതിൻ്റേതായ മാറ്റങ്ങൾ നമുക്ക് വരും. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതും അതാണ്. നമുക്കൊരു 50+ ശേഷം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മുടെ ഒരു പ്രോപ്പറായിട്ട് നമുക്ക് വീക്കിലി 3 ഡേയ്സ് അല്ലെങ്കിൽ 2 ഡേയ്സ് ചെയ്തു പോയാൽ നമ്മുടെ സ്കിന്ന് കുറച്ചേ നമുക്ക് ചുളിവുകളൊക്കെ ഇച്ചിരി താമസിച്ചേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. മനസ്സിലായോ? ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഞാൻ കൊണ്ടുവരുന്ന വിഷയം സബ്ജക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും മറക്കരുത് പ്ലീസ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ വീക്കിലി ഒരു 2 ഡേയ്സ് പറ്റുന്നവരൊരു 3 ഡേയ്സ് എങ്കിലും ചെയ്തു പോയാൽ നമ്മുടെ സ്കിന്നിന് ചുളിവുകളും സാഗിങ്ങും മാറാനായിട്ട് ഏറ്റവും സ്കിൻ സാഗ് ചെയ്യുക, വരണ്ട് പോവുക, ചുളിവുകളുണ്ടാക്കുക, അതായത് റിങ്കിൾസും ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ മാറാനും സ്കിന്ന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഏറ്റവും ബെസ്റ്റായ വീട്ടിൽ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാവുന്ന കുറേ പായ്ക്കുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് വേറെ മറ്റൊന്നുമല്ല, നമ്മുടെ തൈര്. നമുക്ക് തൈര് കൊണ്ട് ചെയ്യാവുന്ന 6 പായ്ക്കുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. തൈര് കൊണ്ട് ചെയ്യാവുന്ന 6 പായ്ക്കുകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൽ ഫസ്റ്റ് 1 തൈരിൻ്റെ അറിയാമല്ലോ, നല്ലൊരു ഫാറ്റി ആസിഡാണ്, ലാക്റ്റിക് ആസിഡാണ്, നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കും. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസർ തരും. നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ മാറാനും ടാൻ മാറാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് തൈര്. ഈ തൈരാണ് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നമുക്ക് യോഗട്ട് തൈരിൻ്റെ കൂടെ നമ്മൾ ഒലിവ് ഓയിൽ എടുക്കുന്നത്. തൈരും ഒലിവ് ഓയിലും കൂടി എടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പായ്ക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം. ഫേസ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് ഒരു 15 to 20 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഇതൊരു വീക്കിലി ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ പറ്റുന്നവരാണെങ്കിൽ 3 പ്രാവശ്യം നമുക്ക് ചെയ്യാം. നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിന് നമ്മൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും പായ്ക്കുകൾ ഇടുന്നവരായിരിക്കുമല്ലോ. അപ്പം നമുക്ക് അലർജി ഉണ്ടോ എന്നൊക്കെ അറിയാമല്ലോ. ഓക്കെ, അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇടുന്നതും ഇതുവരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ മിക്കവരും തന്നെ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ. എന്തെങ്കിലും ഒരു ഫേസ് പായ്ക്ക് ഇടാത്തവരൊക്കെ ചുരുക്കമായിരിക്കുമല്ലോ. അതിൽ ഫസ്റ്റാണ് ഒലിവ് ഓയിലും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട്. ഒലിവ് ഓയിൽ നല്ലൊരു ഡീപ്പ് മോയ്സ്ചറൈസർ തരാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. നല്ലൊരു നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിന്നിനെ ഒരു ഈവൻ സ്കിന്നാക്കിയൊക്കെ വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഒലിവ് ഓയിൽ.
ഇനി സെക്കൻഡ് വണ്ണ് യോഗ ഡോണ്ട് ചെയ്യാന്നാണ് നമ്മുടെ ഹണി. തൈരും നമുക്ക് ആവശ്യമായ തൈരും ഹണിയും കൂടെ എടുക്കുക. ഹണി നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്, നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മൾ ഡീപ്പ് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് ഹണി. നല്ലൊരു മോയ്സ്ചറൈസറും നമുക്ക് തരും. അപ്പം അതും ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ തൈരെടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഹണി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്കൊരു 15 to 20 മിനിറ്റ് നമ്മുടെ ഫേസ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഇതും വീക്കിലി 2-3 ടൈം നമ്മൾ ചെയ്യുക. തേർഡെന്ന് പറയുന്നത് തൈര് പ്ലസ് കോഫി പൗഡറാണ്. കോഫി പൗഡറിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റായിട്ട് പറയാനുള്ളത് നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കളയാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ അത് കഫെയിൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൊളാജിൻ്റെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും അങ്ങനെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാനും ഇത് സാധിക്കും. പിന്നെ ഇത് നമ്മുടെ ഫേസിലെ സ്കിന്നിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ കോഫി പൗഡർ. അത് സ്കിൻ നല്ല ബ്രൈറ്റനാക്കി ലൈറ്റനാക്കി വെക്കാനും ഏറ്റവും ബെസ്റ്റാണ്. ഇപ്പം മൂന്നാമത്തെ പറഞ്ഞല്ലോ, ഇതും നമുക്ക് ആവശ്യമായത് തൈര് എത്രയാണോ 1 ടീസ്പൂൺ എടുത്തെങ്കിൽ 2 ടീസ്പൂൺ തൈരിന് 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഫേസിലിട്ടിട്ട് ഒരു 15 to 20 മിനിറ്റ് കഴിഞ്ഞിട്ടത് വാഷ് ഔട്ട് ചെയ്യാം. മനസ്സിലാവും. ഇനി നാലാമത്തതാണ് നമ്മൾ ശരിക്കും നമുക്ക് നമ്മുടെ തൈരെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു വൈറ്റമിൻ ഇ നമ്മുടെ ഓയിൽ ആഡ് ചെയ്യുക. കടകളിലൊക്കെ നമുക്ക് ക്യാപ്സൂൾ കണക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അത് വൈറ്റമിൻ ഇ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. നമ്മുടെ അൺഈവൻ സ്കിന്നിനെ മാറ്റി ഈവൻ സ്കിന്നാക്കാനും മോയ്സ്ചറൈസർ തരാനും ഏറ്റവും ബെസ്റ്റാണ്. മനസ്സിലായോ? അപ്പോൾ അതും ഇതുപോലെ നമുക്ക് ഒരു 15 to 20 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. മനസ്സിലായോ? ഇതെല്ലാം നമുക്ക് തൈര് കൊണ്ട് വീട്ടിൽ ചെയ്യാവുന്ന പായ്ക്കുകളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നാലാമത്തെ പായ്ക്ക് പറഞ്ഞല്ലോ. അഞ്ചാമത്തെ പായ്ക്ക് എന്ന് പറയുന്നത് തൈരും കസ്തൂരി മഞ്ഞളും കൂടാണ്. മനസ്സിലായോ? നമുക്ക് തൈരെടുക്കുക. കസ്തൂരി മഞ്ഞളുടെ കാര്യം അറിയാമല്ലോ. ശരിക്കും നല്ലൊരു നമ്മുടെ സ്കിന്നിനെ ഒന്ന് പോളിഷ് ചെയ്യാൻ നമുക്ക് കസ്തൂരി മഞ്ഞൾ പണ്ട് കാലം തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞളും തൈരും നമ്മുടെ ആവശ്യത്തിന് ഫേസിനെടുക്കുക. നമുക്ക് എത്രയാണോ നമ്മുടെ ഫേസിന് വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിലെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഫേസിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ നമുക്ക് 15 to 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക. ഇനി നമുക്ക് ആറാമത്തെയാണ് നമ്മുടെ തൈരും. ശരിക്കും നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാതെയും സ്കിന്നൊന്ന് ടൈറ്റൻ ആകാനും ഏറ്റവും ബെസ്റ്റായ ഒരു സാധനമാണ് നമ്മുടെ എഗ്ഗ് വൈറ്റ് ഇല്ലേ. അതായത് തൈരും എഗ്ഗ് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പായ്ക്കായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 15 to 20 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്തിട്ട് ഈ മുട്ടയുടെ എഗ്ഗ് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു ചൂടുവെള്ളത്തിൽ അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അത് തൈരാകുമ്പോൾ അതിൻ്റെ അകത്തൊരു പുളിയുടെ രസം ഉള്ളത് കൊണ്ട് ആ സ്മെല്ല് അങ്ങോട്ട് വരത്തില്ല, പേടിക്കണ്ട കേട്ടോ. അപ്പം ഈ തൈര് കൊണ്ട് ചെയ്യാവുന്ന 6 പായ്ക്കുകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് തൈര് കൊണ്ടുണ്ടാക്കാവുന്ന 6 ബെസ്റ്റ് പായ്ക്കുകളാണ്. എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ വീട്ടിൽ സൗകര്യം ഉള്ളത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതിലേതെടുത്താലും ഏറ്റവും ബെസ്റ്റാണ്. കാരണം നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ കിട്ടാനും വരണ്ടത് ചർമ്മത്തെ നല്ലൊരു ഗ്ലോ കിട്ടാനും ചുളിവുകൾ മാറ്റാനും എല്ലാം ഏറ്റവും ബെസ്റ്റായ ഒരു സാധനമാണ് നമ്മുടെ തൈര് കേട്ടോ. അപ്പം ഈ തൈരിൻ്റെ അകത്ത് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഇതിലേതാണോ നിങ്ങൾക്ക് സൗകര്യമുള്ളതും നിങ്ങളുടെ ഫേസിനും പറ്റുന്നതെന്നും നോക്കിയിട്ട് അത് വീക്കിലി 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് ഇടുകയാണെങ്കിൽ നമ്മൾ 50+ കഴിഞ്ഞവർക്ക് നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മുടെ സ്കിന്നിന് അത്രയും താമസിച്ച് ചുളിവുകളും ഇതും വീഴുള്ളൂ. മനസ്സിലായോ? അപ്പോൾ
ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതിലേതെങ്കിലും ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം ഇതിൽ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. കമൻസിലൂടെ അറിയിക്കുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെല്ലൈക്കനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.